നമസ്കാരം. മഴക്കാലം അടുക്കുമ്പോൾ മുല്ലപ്പെരിയാർ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പല വിധത്തിലുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. പല രീതിയിലുള്ള വിമർശനങ്ങളും ഉയരാറുണ്ട്. ഇവിടെ ഇപ്പോൾ തമിഴ്നാട് മന്ത്രിസഭ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം, മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് പണിയാൻ ഒരു കാരണവശാലും തമിഴ്നാട് അനുവദിക്കില്ല. മറിച്ച് ഡാമിലെ ജലനിരപ്പ് പൂർവാധികം, അതായത് നിയന്ത്രണത്തിലുള്ള അളവിലേക്ക് ഉയർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് TVK സർക്കാർ, അതായത് ഇളയ ദളപതി എന്ന് വിശേഷണമുള്ള സൂപ്പർ സ്റ്റാർ വിജയിൻ്റെ ഒരു തീരുമാനം. കഴിഞ്ഞ കാലത്ത് അടുത്തിടെയാണ് നാടിനെ ആകെ ഇളക്കി മറിച്ചുകൊണ്ട്, അഥവാ രാജ്യത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ പുതിയ ഭരണം അരങ്ങേറിയത്. TVK വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരുന്നു. കോൺഗ്രസിൻ്റെയും മറ്റ് കക്ഷികളുടെയും എല്ലാം പിന്തുണ ഇപ്പോൾ TVK മന്ത്രിസഭയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. ഇവിടെയാണ് ഏതാണ്ട് 120 വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊളിക്കണം, അവിടെ പുതിയ ഡാം വേണം എന്നുള്ള കേരളത്തിൻ്റെ ആവശ്യം തുടർച്ചയായി നിരാകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ജയലളിത, മൺമറഞ്ഞ മുഖ്യമന്ത്രിയായിരുന്ന ജയലളിത അധികാരത്തിൽ വന്നപ്പോഴാണ് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ നിർബന്ധ ബുദ്ധി കാണിച്ചത്. കേരളത്തിൻ്റെ ആവശ്യമായ മുല്ലപ്പെരിയാറിൽ ശാശ്വത പരിഹാരം, മറ്റൊരു ഡാം പുതുക്കി പണിയുക, തമിഴ്നാടിന് ആവശ്യമായ കുടിവെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുക, കേരളത്തിന് പുതിയ ഡാം, ഇതിലൂടെ കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷിതമായ ജീവിതം ഉറപ്പു നൽകുക, തമിഴ്നാടിന് വെള്ളം കൊടുക്കുക, ഇതായിരുന്നു മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പുതിയ മുദ്രാവാക്യവും ആവശ്യവും. എന്നാൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഉൾപ്പെടെ ഇക്കാര്യത്തിന് പച്ചക്കൊടി കാട്ടിയില്ല എന്ന് തന്നെയല്ല, പലപ്പോഴും തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾക്കും തമിഴ്നാടിൻ്റെ പിടിവാശിക്കും മുല്ലപ്പെരിയാറിൻ്റെ അണക്കെട്ടിൻ്റെ പാരിസ്ഥിതിക അവകാശങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ ന്യൂനതകളെ മറികടന്നുകൊണ്ട് തന്നെ പലപ്പോഴും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയവും വനമന്ത്രാലയവും എല്ലാം തമിഴ്നാടിനൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. എന്നാൽ കേരളത്തിൽ പുതിയ ഡാം വേണം, അല്ലെങ്കിൽ കേരളത്തിലെ ചുരുങ്ങിയത് 3 ജില്ലകളെങ്കിലും മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ വാഷൗട്ടായി പോകും, അറബിക്കടലിൽ ചെന്ന് ചേരും എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിനൊരു ശാശ്വത പരിഹാരം വേണം എന്നുള്ളത് കേരളത്തിൽ മാറി മാറി വന്ന ഭരണസമിതിക്കും ഇച്ഛാശക്തി ഉണ്ടായിരുന്നില്ല. അത്തരം ഒരാവശ്യം കേന്ദ്രത്തിൻ്റെ മുന്നിൽ ഉന്നയിക്കുകയോ അല്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി തമിഴ്നാടിനെ അനുനയത്തിൻ്റെ പാതയിൽ കൊണ്ടുവന്ന് മുല്ലപ്പെരിയാറിൽ ഒരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി കേരളത്തിന് സാധിച്ചില്ല എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിൽ ഏതാണ്ട് 120 വർഷത്തിലധികം പഴക്കമുള്ള അണക്കെട്ട് നിലനിൽക്കുമ്പോൾ അത് കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ കെട്ടിത്തൂങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിൻ്റെ തലയ്ക്ക് മുകളിൽ ഞാത്തിയിരിക്കുന്ന ഡെമോക്ലീസിൻ്റെ വാള് പോലെ ഒരു ജലബോംബ് തന്നെയാണ് മുല്ലപ്പെരിയാർ എന്നാണ് എല്ലാവരും അവകാശപ്പെടുന്നത്. പാരിസ്ഥിതിക ശാസ്ത്രജ്ഞന്മാരും ഡാം നിർമ്മാണ മേഖലയിലെ വിദഗ്ധരുമെല്ലാം ഇത് തന്നെയാണ് അവകാശപ്പെടുന്നത്. എന്നാൽ വർഷാവർഷം മുല്ലപ്പെരിയാറിൽ ഡാമിൻ്റെ പുനരുദ്ധാരണം, അതായത് ഡാമിൻ്റെ കൃത്യമായ അവലോകനങ്ങൾ നടത്താറുണ്ട്, ബലക്ഷയങ്ങൾ പരിഹരിക്കപ്പെടാറുണ്ട് എന്ന് തമിഴ്നാടും പറയുന്നു. തമിഴ്നാട് രൂപീകരിച്ചിരിക്കുന്ന മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി അഥവാ ഡാം വികസന അതോറിറ്റിയിൽ കേരളത്തിൻ്റെ നോമിനിയെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തുന്നതാണ് നാം കണ്ടത്. മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾക്കാണ് എപ്പോഴും കേന്ദ്ര സർക്കാർ പ്രാമുഖ്യം നൽകുന്നത് എന്നും കാണാൻ സാധിക്കും. കേരളത്തിലെ ഇത്രയും അധികം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ജീവനെ ബാധിക്കുന്ന പ്രശ്നമാണ് എന്നുള്ളത് കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും മുല്ലപ്പെരിയാറിൽ കൃത്യമായ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. കേരളത്തിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാറിൽ ശാശ്വതമായ പരിഹാരം എന്നുള്ളത് അവിടെ നിലവിലുള്ള ഡാം ഡീകമ്മീഷൻ ചെയ്യുക, പുതിയൊരു ഡാം അവിടെ പടുത്തുയർത്തുക, ആ പുതിയ ഡാമിൽ നിന്നും തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുക, ഇതാണ് കേരളം എപ്പോഴും മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം. ഈ ആവശ്യത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് തമിഴ്നാട്. ഇത് തന്നെയാണ് തമിഴ്നാട്ടിലെ പുതിയ സർക്കാരായ TVK സർക്കാർ നിലകൊള്ളുന്നത്. വിജയ് മുഖ്യമന്ത്രിയായ TVK സർക്കാർ കേരളത്തിൻ്റെ മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ചുള്ള ആവശ്യത്തോട് തീർത്തും അവഗണന മനോഭാവമാണ് കാണിക്കുന്നത്. എന്ന് മാത്രമല്ല, തമിഴ്നാടിൻ്റെ ജലസ്രോതസ്സിനെ ഇത് ബാധിക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കർണാടക സർക്കാർ കാവേരി നദിക്ക് കുറുകെ പണിയാൻ ഉദ്ദേശിക്കുന്ന മെക്കദാട്ടു അണക്കെട്ടിലും ആ അണക്കെട്ട് ഒരു കാരണവശാലും സാർത്ഥകമാക്കാതിരിക്കാൻ വേണ്ടി തമിഴ്നാട്
കൃത്യമായ മുന്നൊരുക്കങ്ങളോടുകൂടി വിയോജിപ്പോടുകൂടി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഫലത്തിൽ കേരളത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് എന്നുള്ള ആവശ്യവും കേരളത്തിൻ്റെ ആവശ്യവും തമിഴ്നാടിൻ്റെ ജലസ്രോതസ്സുകൾക്ക് ഹാനി സംഭവിക്കും, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഹെക്ടർ കണക്കിന് വനം വെള്ളത്തിലാകും, തമിഴ്നാടിൻ്റെ ജലസ്രോതസ്സുകൾ വറ്റിപ്പോകും എന്നുള്ള ആവശ്യം കാണിച്ചുകൊണ്ട് കാവേരി നദിക്ക് കുറുകെ കർണാടക സർക്കാർ പണിതുയർത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള മേക്കെദാട്ടു അണക്കെട്ടിൻ്റെ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണമെന്നാണ് തമിഴ്നാടിൻ്റെ ആവശ്യം. കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും പുതിയ അണക്കെട്ട് എന്നുള്ള ആവശ്യത്തോട് ഒരു കാരണവശാലും സമരസപ്പെട്ടു പോകാൻ വിജയ് സർക്കാർ തയ്യാറല്ല, TVK സർക്കാർ തയ്യാറല്ല എന്നാണ് മനസ്സിലാകുന്നത്. കർണാടകത്തിൽ പുതിയ അണക്കെട്ട് വേണമെന്നുണ്ടെങ്കിൽ കേരളം, പോണ്ടിച്ചേരി, തമിഴ്നാട് എന്നീ സർക്കാരുകളുടെ അനുമതി കൂടിയേ തീരൂ. ഇതിൽ കേരളവും പുതുച്ചേരിയും അനുമതി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മേക്കെദാട്ടു അണക്കെട്ട് പണിയാൻ സാധ്യമല്ല എന്ന് പാരിസ്ഥിതിക നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ശാസ്ത്ര ഗവേഷകർ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇപ്പോൾ മാറിയ സാഹചര്യത്തിൽ കർണാടകത്തിലും കേരളത്തിലും കോൺഗ്രസ് സർക്കാരാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. കർണാടകയിൽ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നയിക്കുമ്പോൾ കേരളത്തിൽ VD സതീശൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരിക്കുന്നു. AICC വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലുമായി കർണാടകത്തിലെ മുഖ്യമന്ത്രി DK ശിവകുമാറിന് വളരെ ആത്മബന്ധമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി VD സതീശനുമായി DK ശിവകുമാറിന് വലിയ അടുത്ത ബന്ധമാണുള്ളത്. അതുകൊണ്ട് തമിഴ്നാടിൻ്റെ ഇത്തരം നിരുത്തരവാദിത്വപരമായ ആവശ്യങ്ങളോട്, അതായത് കർണാടകത്തിലെ പുതിയ അണക്കെട്ടിനോടും കേരളത്തിൽ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വേണമെന്ന കേരളത്തിൻ്റെ ആവശ്യത്തോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ എതിർപ്പുയർത്തുന്ന തമിഴ്നാടിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കേരളവും തമിഴ്നാടും ഇക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ, ഈ ആവശ്യം കേന്ദ്രത്തെ കൃത്യമായ രീതിയിൽ ധരിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ടും മേക്കെദാട്ടു അണക്കെട്ട് കർണാടകയിൽ കാവേരി നദിക്ക് കുറുകെ സാധ്യമാകും എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ തമിഴ്നാട് ഉയർത്തുന്നത് കാവേരി വന്യജീവി സംരക്ഷണ പദ്ധതിയോടനുബന്ധിച്ചുള്ള കാവേരി വന്യജീവി തടങ്ങൾ തമിഴ്നാടിനോടനുബന്ധിച്ചുള്ള പല 1500 ഹെക്ടറെങ്കിലും വെള്ളത്തിലാകാൻ സാധ്യതയുണ്ട് കാവേരി നദിക്ക് കുറുകെ മേക്കെദാട്ടു അണക്കെട്ട് വന്നു കഴിഞ്ഞാൽ. മാത്രമല്ല, കാവേരി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്ന ഇടം മുതൽ മേക്കെദാട്ടു അണക്കെട്ട് സാർത്ഥകമായി കഴിഞ്ഞാൽ കാവേരി നദി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ ശോഷിച്ചു പോകും. അതുകൊണ്ട് തമിഴ്നാടിൻ്റെ എല്ലാ കുടിവെള്ള പദ്ധതികളും കാർഷിക പദ്ധതികളുമെല്ലാം വരണ്ടുണങ്ങിപ്പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത്. ഇതേ ആവശ്യം തന്നെയാണ് മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് വരികയാണെങ്കിൽ തമിഴ്നാട്ട് മുന്നോട്ട് വയ്ക്കുന്നതും. തമിഴ്നാടിൻ്റെ കുടിവെള്ള പദ്ധതികൾ മുടങ്ങും, ഹെക്ടർ കണക്കിന് കൃഷികൾ കരിഞ്ഞുണങ്ങും എന്നൊക്കെയുള്ള വാദങ്ങൾ അവർ മുന്നോട്ട് നിർത്തുമ്പോൾ, ഏതാണ്ട് 199 വർഷക്കാലം മുമ്പ് പഴക്കമുള്ളൊരു കരാർ റദ്ദാക്കി തമിഴ്നാടിന് പുതിയ കരാർ പ്രകാരം ആവശ്യമുള്ളത്ര വെള്ളം കൊടുക്കാൻ തയ്യാറാണ് എന്ന് കേരളം ഉത്തരവാദിത്തത്തോടു കൂടി പറയുമ്പോൾ തമിഴ്നാട് അതിന് തയ്യാറല്ല എന്നുള്ള കാരണം പരിശോധിക്കുമ്പോഴാണ് 199 വർഷങ്ങൾക്ക് മുമ്പ് രൂപം കൊണ്ടൊരു കരാറ് പ്രകാരം തമിഴ്നാടിന് ഘനയടി, അതായത് കോടിക്കണക്കിന് ഘനയടി വെള്ളം കടത്തിക്കൊണ്ടുപോകും നാമമാത്രമായ തുച്ഛമായ പണം മാത്രം കേരളത്തിന് നൽകിയാൽ മതി. ഇത് കുടിവെള്ള പദ്ധതി മാത്രമല്ല, ഇതിൽ നിന്നും ജലവൈദ്യുത പദ്ധതിയായി മുല്ലപ്പെരിയാറിൽ നിന്ന് കടത്തിക്കൊണ്ടുപോകുന്ന വെള്ളം ഉപയോഗിച്ച് അവർ ജലവൈദ്യുത പദ്ധതികൾ രൂപം കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, അവരുടെ കാർഷിക ഇടങ്ങൾക്ക് ആവശ്യമായ വെള്ളം കണ്ടെത്തുന്നു, കുടിവെള്ള സ്രോതസ് കണ്ടെത്തുന്നു. ഇതിലൊന്നിനും കേരളത്തിന് പരാതിയില്ല. എന്നാൽ പുതിയ അണക്കെട്ട് വന്ന് പുതിയ കരാർ പ്രകാരം ഇതെല്ലാം സാർത്ഥകമാക്കും എന്ന് പറയുമ്പോൾ തമിഴ്നാടിന് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വഹിച്ചുകൊണ്ട് കേരളത്തിൽ വെള്ളം വേണ്ട, നിലവിലുള്ള പദ്ധതികൾ മുല്ലപ്പെരിയാർ അവിടെ നിലനിന്നുകൊണ്ട് തങ്ങൾക്ക് ആവശ്യമുള്ള ജലം കൊണ്ടുപോകും, കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനുമെല്ലാം ഹാനിയാവുകയാണെങ്കിൽ അത് ഞങ്ങൾക്കൊരു വിഷയമല്ല എന്ന രീതിയിൽ തന്നെ മുല്ലപ്പെരിയാറിന് ഇപ്പോൾ ബലക്ഷയമില്ല എന്നാണ് തമിഴ്നാട് വാദിക്കുന്നത്. ഇവിടെ കർണാടകയിൽ കാവേരി നദിക്ക് കുറുകെ വരാൻ ഉദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട മേക്കെദാട്ടു അണക്കെട്ടും സാർത്ഥകമാക്കാൻ ഒരു കാരണവശാലും തമിഴ്നാട് സമ്മതിക്കുന്നില്ല. ഇളയ ദളൈവതി എന്ന് പേരുകെട്ട വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് മന്ത്രിസഭ ഈ 2 അണക്കെട്ടുകൾക്കും എതിരെ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ന്യായമായ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ കേരളത്തിൽ നിലവിലുള്ള മുല്ലപ്പെരിയാർ ഇങ്ങനെ നിലനിൽക്കുന്ന പക്ഷം കേരളത്തിലെ 3 ജില്ലകളുടെ ജനജീവിതത്തിന്, മറ്റുള്ള ജീവജാലങ്ങൾക്കും ആവാസ വ്യവസ്ഥയ്ക്കുമെല്ലാം ഇത് എതിരാണ്, അല്ലെങ്കിൽ 3 ജില്ലകൾ അപ്പാടി ഒഴുകിപ്പോയി അറബിക്കടലിൽ ചേരും മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ളത് എന്തുകൊണ്ട്
കേന്ദ്രത്തെ ധരിപ്പിക്കുവാൻ ഇവിടെ കേരളത്തിൽ നിന്ന് പോയ MP-മാർക്കും കേരളത്തിലെ മറ്റിതര രാഷ്ട്രീയ കക്ഷികൾക്കും പാരിസ്ഥിതിക പ്രവർത്തകർക്കും എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളത് ചോദ്യം തന്നെയാണ്. മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയാർ സംരക്ഷണ സമിതി എന്ന രീതിയിൽ വിവിധ സമര പരിപാടികൾ ആവിഷ്കരിച്ചിട്ടും ഇതുവരെയും മുല്ലപ്പെരിയാറിന് ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കാൻ അവർക്കും സാധിച്ചിട്ടില്ല. അവരുടെ സമര പോരാട്ടങ്ങളെ വില കുറച്ച് കാണുന്നില്ല. ഡോക്ടർ KS പ്രകാശ് അടക്കമുള്ള ആളുകൾ, മുല്ലപ്പെരിയാർ റസൽ പൂക്കുട്ടി അടക്കമുള്ള അഡ്വക്കേറ്റ് റസൽ ജോയ് അടക്കമുള്ള ആളുകൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നിരന്തരമായ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുല്ലപ്പെരിയാറിന് ശാശ്വതമായ പരിഹാരം തേടിക്കൊണ്ട് തന്നെ ഇവരും ഇപ്പോഴും തീവ്രമായ ആവേശത്തോടു കൂടി സമരമുഖത്തുണ്ട് എന്നുള്ളത് ആശ്വാസകരം തന്നെയാണ്. എന്നാൽ പുതിയതായി തമിഴ്നാട്ടിൽ ചാർജ് എടുത്ത പുതിയ മന്ത്രിസഭ ഇപ്പോഴും മുല്ലപ്പെരിയാർ അണക്കെട്ടിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്നു. കേരളത്തിലെ ജനങ്ങളുടെ ജീവജാലങ്ങൾക്കും ഒരു കാരണവശാലും വില കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജീവനൊരു വില കൽപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയായ വിജയ് ഇപ്പോഴും കസേരയിൽ അമർന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ തൊട്ട അടുത്ത സംസ്ഥാനമായ ബന്ധുക്കളായ മലയാളികളുടെ ജീവനെ യാതൊരു തലത്തിലും വില കൽപ്പിക്കുന്നില്ലയോ ഇളയ ദളപതി എന്നുള്ളത് തന്നെയാണ് ഇളയ ദളപതിയുടെ കേരളത്തിലുള്ള ആരാധകർ പോലും ചോദിക്കുന്നത്. അപ്പോൾ തമിഴ്നാട്ടിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് കേരളത്തിൻ്റെയും അതുപോലെ തന്നെ കർണാടകത്തിൻ്റെയും ജലവൈദ്യുത പദ്ധതികളും കുടിവെള്ള പദ്ധതികളുമെല്ലാം തമിഴ്നാട്ടിൽ നിഷ്കരണം തള്ളിക്കളയുന്ന കാഴ്ചയാണ്. മാത്രമല്ല കേരളത്തിലെ 3 ജില്ലകളുടെ ജനങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാക്കി നിൽക്കുന്ന മുല്ലപ്പെരിയാറിന് ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യത്തോട് തമിഴ്നാട് മുഖം തിരിച്ചു നിൽക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. എന്തായാലും കേന്ദ്രം ഇതിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടെ അഡ്വക്കേറ്റ് റസൽ ജോയി അടക്കമുള്ള ആളുകളുടെ അഭിമുഖങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്നത് മുല്ലപ്പെരിയാറിൽ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന കേസിൻ്റെ കൃത്യമായ ഉത്തരവ് വരും. ഡാം പൊളിച്ചു കളയാൻ വേണ്ടി സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരിക്കും ഇനി മുല്ലപ്പെരിയാറിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.